ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏത്തപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത 2 ഏത്തപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. അതൊന്ന് പിഴിഞ്ഞെടുക്കണം. തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ മതിയാകും. 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 1 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ അളന്നെടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഏത്തപ്പഴം വേവിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ ഏത്തപ്പഴം നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി 1/2 കപ്പ് പൊടിച്ചെടുത്ത ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാം. ശർക്കരയിലുള്ള മണ്ണും അഴുക്കും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉരുക്കി അരിച്ചെടുക്കുന്നത്. ഏത്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കൂടി ഒന്ന് അറിയിക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/4 കപ്പ് തേങ്ങാപ്പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അവസാനത്തെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ബനാന റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.